ദിനകരന് തീർത്താൽ തീരാത്ത പക, ഒറ്റയ്ക്ക് കിട്ടിയാൽ എന്നെ തട്ടിക്കളയുമെന്ന് പേടി. നേതൃത്വത്തിനെതിരെ പി രാജു. അച്ചടക്ക നടപടിക്ക് പിന്നാലെ എറണാകുളം CPI മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവും ജില്ലാ സെക്രട്ടറി KM ദിനകരനും തമ്മിൽ രൂക്ഷമായ വാക്പോര്. CPI ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേട് നടത്തിയതിൽ പി രാജുവിനെതിരെയും നിക്സണെതിരെയും ഇന്നലെ ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവ് അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നേതാക്കൾ തമ്മിലുള്ള വാക്പോര്. ജില്ലാ സമ്മേളനത്തിലെ കണക്കിൽ കൃത്രിമം കാണിച്ചതിന് മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് തരം താഴ്ത്തിയതായും ഖജാൻജിയായ നിക്സണെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതായും KM ദിനകരൻ പറഞ്ഞു. സംഘടനാപരമായി പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞതിൽ പ്രയാസമുണ്ട്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒതുങ്ങി നിൽക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ തനിക്ക് സങ്കടമുണ്ട്. ജില്ലാ സമ്മേളനത്തിൽ കണക്കിൽ കൃത്രിമം കാണിച്ചതിനാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത്. സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നത് അന്വേഷണ കമ്മീഷന് വ്യക്തമായി ബോധ്യപ്പെട്ടു. പി രാജു തനിക്കെതിരെ ആരോപിച്ച വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്നും KM ദിനകരൻ പറഞ്ഞു. അതേസമയം പാർട്ടി എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ കടുത്ത വിഭാഗീയതയാണെന്ന് പി രാജു പറഞ്ഞു. ദിനകരന് തന്നോട് തീർത്താൽ തീരാത്ത പകയാണെന്നും ഒറ്റയ്ക്ക് കിട്ടിയാൽ ജില്ലാ സെക്രട്ടറി തന്നെ തട്ടിക്കളയുമെന്ന പേടിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമ കള്ളക്കണക്കുണ്ടാക്കിയാണ് തനിക്കെതിരെ ജില്ലാ സെക്രട്ടറി നടപടിയെടുത്തത്. ജില്ലാ സെക്രട്ടറി ഓരോരുത്തരെയായി തെരഞ്ഞുപിടിച്ച് പുറത്താക്കുകയാണ്. തനിക്കെതിരായ അച്ചടക്ക നടപടി പക്ഷപാതപരമാണ്. പാർട്ടിയിൽ നിന്ന് തനിക്ക് നീതി കിട്ടിയില്ലെന്നും സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുമെന്നും പി രാജു പറഞ്ഞു. 1 രൂപ പോലും അലവൻസ് വാങ്ങാതെയാണ് പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. കൃത്രിമ കള്ളക്കണക്കുണ്ടാക്കിയാണ് നടപടിയെടുത്തത്. ജില്ലാ സെക്രട്ടറി KM ദിനകരൻ സമ്പൂർണ്ണ പരാജയമാണ്. പാർട്ടിക്ക് എറണാകുളത്ത് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്നും പി രാജു ആരോപിച്ചു. പി രാജു പാർട്ടി സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് ഗുരുതര സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം. 73 ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നെന്നാണ് ആരോപണം. അതേസമയം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ CPI പുറത്തുവിട്ടിട്ടില്ല.